ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്കൊരു കോൾ വന്നു കാലത്ത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ബസ്സിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി എന്നും പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ബസ് കൊടുത്തിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്നാണ് അവർ ഫ്രീ ആയിട്ടൊന്ന് വിളിച്ചത്. ഇത്ര നാൾ ഞാൻ അങ്ങോട്ട് വിളിച്ച് വെച്ചപ്പോൾ അവർ പറഞ്ഞത് വണ്ടിയുടെ വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ്. ഇതാണ് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച ഒരു BMW എന്ന് പറയുന്നത്. സംഭവം വിൻറ്റേജാണ്. ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ വേണ്ടി വാങ്ങിച്ചു നോക്കിയതാണ്. സംഭവം കിടിലനായിട്ട് ബാലൻസൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇതിലാണ് നമ്മുടെ പെട്രോൾ പമ്പ് വരെ പോകണം. പെട്രോൾ പമ്പിൻ്റെ അടുത്താണ് നമ്മുടെ ഈ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയതിന് ശേഷമാണ് ബസ് കയറണത്. കാരണം ഇവിടേക്കൊന്നും ബസ്സൊന്നും വരില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പെട്രോൾ പമ്പ് വരെ പോകണമെങ്കിൽ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ബസ്സൊക്കെ വരിക. നമുക്ക് അവിടെ നിന്ന് ഒരു ബസ്സിൽ നമുക്ക് നേരെ സിറ്റിക്ക് പോവാം. ഈ കാർ എടുത്തുകൊണ്ട് പോയാൽ ചിലപ്പോൾ എന്നല്ല, നമ്മുടെ ബസ് അവിടെ എടുക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാറ് ഇവിടെ ഇട്ടിട്ട് ബസ്സിന് പോണത്. ബസ് വർക്കിന് കൊടുക്കാൻ പോയപ്പോഴും ബസ്സിന് തന്നെയാണെന്നാണ് പോയതെന്ന് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി നേരെ നമ്മുടെ പെട്രോൾ പമ്പിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയേക്കാം. പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റുള്ള ഏതൊരു സ്ഥലമല്ലേ അത്, അവിടെ എങ്ങാണ്ടാണ് ബസ്സുകളൊക്കെ വരുന്നത്. എന്നാൽ നമുക്കൊന്നവിടെ പോവാം. വണ്ടിക്ക് എന്തൊരു കുലുക്കം. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെയല്ല, പെട്രോൾ പമ്പിലല്ല, നമുക്ക് അപ്പുറത്താണെന്നാണ് തോന്നണം. കുറേ നാളായി ഈ ഭാഗത്തേക്ക് വന്നിട്ട്. വണ്ടിയിലൊക്കെ നല്ല മൈലേജ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ ദൂരമൊക്കെ ഇങ്ങനെ പോകാം. ഈ പെട്രോൾ പമ്പിലേക്ക് ഞാൻ കുറേ നാളായി വന്നിട്ട്. ഇവിടെയാണ് ഇതാ ഈ കാണുന്ന ഒരു സ്ഥലത്തേക്കാണ് ബസ്സുകളൊക്കെ വരാം. ഇവിടെ വന്നതിന് ശേഷം ബസ്സുകളൊക്കെ തിരിച്ച് സിറ്റിക്ക് തന്നെ പോകും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം. ഓക്കെ കേട്ടോ, നമുക്ക് എന്തായാലും കുറച്ച് റിവേഴ്സ് എടുത്തതിന് ശേഷം ഈ ഭാഗത്ത് വണ്ടി ഒന്ന് പാർക്ക് ചെയ്താക്കാം. വണ്ടി പോകത്ത് സീനായ. ഓക്കെ, നമുക്ക് റിവേഴ്സ് പോയിട്ട് ഓക്കെ തലിഞ്ഞ് കറക്റ്റ് ഇവിടെ ഒന്ന് ജസ്റ്റ് പാർക്ക് ചെയ്തിടാം. കുറച്ചും കൂടി പറ്റാല്ലേ. ഓക്കെ, ഇത്ര മതി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ വണ്ടി ലോക്ക് ചെയ്തതിന് ശേഷം അപ്പുറത്ത് പോയി നിൽക്കാം. എന്നിട്ട് നമുക്കൊരു കുറച്ച് കഴിയുമ്പോഴേക്കൊരു ബസ് വരുമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ സമയത്തൊക്കെ ഈ വഴി ബസ് പോകണ ഒച്ചയൊക്കെ കേൾക്കാം. എന്നാലും നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ലോക്ക് ചെയ്യാം. ഓക്കെ, ലോക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അവിടെ അപ്പുറത്ത് കയറി നിൽക്കാം. ഇനിയിപ്പോൾ എന്തായാലും ബസ് വന്നതിന് ശേഷം ഞാൻ സിറ്റിയിലെത്തിയിട്ടുള്ള വിഷ്വൽസ് കാണിക്കുക ഗൈസ്. ഓക്കെ ഗൈസ്, എന്തായാലും സിറ്റിയിൽ വന്നിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ എന്തായാലും അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അവിടെയാണ് ഞാൻ ഇപ്പോൾ നിന്നത്. ഇപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി അകത്തുണ്ടാവാനാണ് സാധ്യത. കാരണം വർക്ക് കഴിഞ്ഞ എല്ലാ വണ്ടികളും ഇതിൻ്റെ അകത്തുണ്ടാവും. വർക്ക് ഇപ്പോൾ നമ്മുടെ ബസ്സാണ് അവസാനം വന്ന് കിടക്കണമെന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ബസ്സൊക്കെ പോയിന്നുകൊണ്ട് അവിടെ ഒരു പച്ച ബസ് കിടക്കലുണ്ടായിരുന്നു. അതിപ്പോൾ കാണുന്നില്ല, കാരണം അതിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ബസ് ഇതിൻ്റെ അകത്തുണ്ടാവും. നമ്മളൊരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് ചെയ്തു. നമ്മുടെ ബസ് അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബസ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ലുക്ക് തന്നെയാണ്. അതിൽ നല്ല രീതിക്ക് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സബ് വൂഫറും കാര്യങ്ങളെല്ലാം നല്ല സീനായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അകത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇവിടെ ഒരു BMW ലോഗൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തത്, വെറുതെ കൊടുത്തതാണ്. ഇവിടെ 0 എക്സ്പെക്റ്റേഷൻസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഒരു സ്റ്റിക്കറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലെന്ന് പറയുമ്പോൾ ഒരു പാണ്ടയുടെ ഒരു
പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലും അതേപോലെ തന്നെയാണ് ഒരു പടം തന്നെയാണ്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം എന്തൊക്കെ ചെയ്തതെന്നുണ്ടെങ്കിൽ. ഫ്രണ്ട് ഭാഗത്ത് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഗോഡ്സില്ല എന്ന് നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ഒരു റെഡ് ചോരയൊക്കെ തെറിച്ചേക്കണ പോലെയുള്ളൊരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഈ ഫ്രണ്ടിൽ ചെയ്തേക്കണ മാറ്റങ്ങൾ എന്ന് പറയണത്. പിന്നെ നമ്മുടെ നെയിം ബോർഡിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതാണ് നമ്മൾ ഫ്രണ്ടിൽ ചെയ്തേക്കുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ BMW ലോഗോ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അത് വെറുതെ ചെയ്തതാണ്. ഇവിടെ പിന്നെ 0 എക്സ്പെഡിഷൻസ് ഒന്നും കൊടുത്തിട്ടുണ്ട്. വണ്ടിയാണെങ്കിൽ ഫുൾ പൊടിയാണ്, കാരണം ഇവിടെ കുറേ നാളായി ഇട്ടേക്കല്ലേ, അപ്പോൾ നിറച്ച് പൊടിയാണ്. എന്തായാലും നമുക്ക് കഴുകണം. ഇവിടെ ഈ ഒരു സ്കള്ളിൻ്റെ പിക്ചറില്ലേ, അതാണ് നമ്മൾ ഈ ഭാഗത്തെ സൈഡിലായിട്ട് ചെയ്തേക്കണത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു പാണ്ടയുടെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് മര്യാദക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒന്നും കാണൂല. ഞാനായാലും പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് കാണൂല. ഈ സൈഡിലും അതേപോലെ തന്നെ ആ ഒരു പിക്ചറാണ് കൊടുത്തേക്കണത്. ഇവിടെ 0 എക്സ്പെഡിഷൻസ് ഒന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷാർക്കിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഒരു സംഭവമില്ലേ, ഇത്രയും മഞ്ഞ റെഡും സാധനമില്ലേ, അപ്പോൾ അതിനെ തിന്നാൻ പോകുന്ന ഒരു ഷാർക്ക് എന്നുള്ള രീതിക്കാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പടം ഇവിടെ കൊടുത്തത്. അതെന്തായാലും കുറച്ചും കൂടി നല്ലതായിരുന്നു. ഓക്കെ, അപ്പം ഇത്രയും വർക്കാണ് നമ്മൾ വണ്ടിയിൽ പുതിയതായിട്ട് ചെയ്തേക്കണം. പിന്നൊക്കെ അകത്ത വർക്കാണ്. സബ് വൂഫർ കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാക്കിയത്. അല്ലാണ്ട് വേറെ പണിയൊന്നും ചെയ്തിട്ടില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയിലൊന്ന് കയറി വെക്കാം. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മുടെ കാർ വാഷിൻ്റെ അവിടേക്ക് പോകണം. എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. കാരണം കുറേ നാളായിട്ട് വണ്ടി എടുത്തിട്ടില്ല. സ്റ്റാർട്ടായി ഭാഗ്യത്തിന്. ഞാൻ സ്റ്റാർട്ടാവും, കാരണം ഇവർ ഇടയ്ക്കിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി നേരെ നമ്മുടെ കാർ വാഷിക്ക് വിടാം. എന്തായാലും വണ്ടി നിറച്ച് പൊടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ കാർ വാഷിക്ക് പോവാം. പിന്നെ ഇവിടെയൊക്കെ മഞ്ഞായതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൗണ്ടിലിട്ടാലും ഒന്നടിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും ഞാൻ കാർ വാഷിൻ്റെ അവിടം വരെ എത്തിയിട്ട് വരാം ഗൈസ്. ഞാനാണെങ്കിൽ പിന്നെയാണ് ആലോചിച്ചത്, നമ്മുടെ ഗ്രൗണ്ടിലിടുമ്പോൾ എന്തായാലും മഞ്ഞൊന്നും അടിക്കണതല്ലേ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ സമയത്ത് വണ്ടി കഴുകിയാലോ എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കണത്. എന്തായാലും ഇവിടെ കാർ വാഷിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയേക്കാം വണ്ടി. ഇനിയിപ്പോൾ വണ്ടി വാഷ് ചെയ്യാണ്ടൊരു ഇത് വേണ്ടല്ലോ. എന്തായാലും നമുക്ക് കഴുകിയേക്കാം. എന്തായാലും ഇവിടെ ഇട്ടാലൊക്കെ വണ്ടി പിന്നെ ഇതേപോലെ തന്നെയൊക്കെ വരും. അത് പിന്നെ സീനില്ല, നമുക്ക് പിന്നെ ട്രിപ്പിൻ്റെ സമയമാകുമ്പോൾ എടുത്താൽ മതി. എന്തായാലും വണ്ടി ക്ലീനായി കിടന്നോട്ടെ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് റിവേഴ്സ് എടുക്കാം, അതാണ് നല്ലത്. ചുറ്റി വരുമ്പോഴേക്കൊരു നേരമാവും. എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്തേക്കാം. ഓക്കെ, ബാക്കിൽ വണ്ടി എടുക്കണല്ലേ, നമ്മൾ തട്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി നൈസായിട്ടൊന്ന് റിവേഴ്സ് എടുത്തേക്കാം. ഓക്കെ, തട്ടൂലയാവോ? തട്ടാണ്ട് വരുന്നു. ഓക്കെ, തട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഗ്രൗണ്ടിൽ കൊണ്ടിടാം വണ്ടി. അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്രൈവർമാരൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടി വർക്കൊക്കെ കഴിഞ്ഞ് ഗ്രൗണ്ടിൽ കൊണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ എന്തായാലും അവർ എൻ്റെ വീട്ടിൽ വന്നിട്ട് വണ്ടിയുടെ ചാവിയൊക്കെ വാങ്ങിച്ചോളും. എന്തായാലും ഞാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ബസ്സൊക്കെ ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടേക്ക് പോകുമ്പോഴേക്കും അവർ എത്തും. എന്തായാലും സിറ്റി 2 അവരുടെ വീട് എന്ന് പറയണത്. അപ്പോൾ അവരവിടെ നിന്ന് എത്തുമ്പോഴേക്കും ടൈമാവും, ആ ഒരു ടൈം തന്നെ ആവും. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് നമ്മുടെ വണ്ടി ഒന്നുകൂടെ പാർക്ക് ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്കെന്തായാലും ഇവിടുന്ന് വണ്ടിയെല്ലാം ഓഫ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം എന്തായാലും താക്കോലൊക്കെ എടുത്തിട്ട് വണ്ടി ലോക്ക് ചെയ്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ എന്തായാലും നമുക്കിവിടെ വണ്ടി ഇടാം. അതിന് ശേഷം നമുക്ക് നേരെ ഇവിടെ അടുത്ത് ഏതോ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഓക്കെ, ആ ബസ് സ്റ്റോപ്പിൽ പോയിക്കാം. അല്ലെങ്കിൽ നമുക്ക് അവിടെ പോകണ്ട, ഇവിടെ നിന്ന് തന്നെ ബസ് കിട്ടുമെന്നാണ് തോന്നണേ. എന്തായാലും ബസ്സുകളൊക്കെ കറങ്ങിയിട്ട് തന്നെയാണ് ഇപ്പോൾ പോണതെന്നുണ്ട്. എന്തായാലും എനിക്കറിയില്ല, ഞാൻ കുറേ നാളായിട്ട് ബസ്സിലൊന്നും പോയിട്ടില്ല. ഇന്നിപ്പോൾ കയറുന്നതാണ്. അത് ഈ ബസ് എടുക്കാൻ വേണ്ടി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ. നമ്മുടെ വേറെ ആരെങ്കിലും കൂട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വരാം. അപ്പോൾ എന്തായാലും നമുക്കിവിടെ അവിടെ നിന്ന് ബസ്സൊക്കെ കിട്ടിയതാണ്, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി കയറാം. ഓക്കെ, വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മുടെ വീട്ടിൽ പോവാം. നമ്മുടെ ഡ്രൈവർമാരൊക്കെ എത്താനുള്ള ഏകദേശം ടൈം ആയിട്ടുണ്ട്. അവരുടെ അടുത്ത് എന്തായാലും വീട്ടിൽ ചെന്നിട്ട് വിളിച്ച് ചോദിക്കുക എന്തായാലും എവിടെ എത്തിയെന്ന്. എന്തായാലും ഇന്നൊന്നും വേറെ ട്രിപ്പും കാണലൊക്കെ വന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അവർക്ക് സാവധാനത്തിൽ വന്നാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.